Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിച്ചൊക്കെ നോക്കിയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. No, ma'am, doubt ഇല്ല. ഡൗട്ട് ഒന്നുമില്ല. എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? വായിച്ചാൽ മനസ്സിലാവില്ലേ? അതെ മാം. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ജോബ് സമ്മറി ആൻഡ് OPD, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. OPD എക്സിക്യൂട്ടീവിന്റെ ജോബ് സമ്മറി ആണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? OPD എക്സിക്യൂട്ടീവ്. ഓക്കെ, അപ്പൊ നമ്മള് OPD ഏരിയയിൽ ചെന്നാല് ഈ ഒരു വ്യക്തിയെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അത് ശ്രദ്ധിക്കുക, അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ അവരുടെ വ്യക്തി അവിടെ നിൽപ്പുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൂമിയിൽ ഇരിപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട റോളുകളും കാര്യങ്ങളും ആണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ വായിക്കാം. The OPD executive plays an important role in supervising the operations of the outpatient department in a hospital. The responsibilities include ഒരു OPD എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാല് ഒരു ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സൂപ്പർവിഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു OPD പ്രവർത്തിക്കണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഏരിയകൾ ഉണ്ടല്ലോ, അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് സൂപ്പർവിഷൻ കൊടുക്കുന്ന വ്യക്തിയാണ് ആര്? ഈ ഒരു OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലികള് താഴെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, മാനേജിങ് ദ OPD സ്റ്റാഫ്. അതായത് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളെ, അവിടെ വർക്ക് ചെയ്യുന്ന ധാരാളം സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, അവരെ മാനേജ് ചെയ്യുന്നത് OPD എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ്, മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ്. OPD-യുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം പേഷ്യന്റ് റെക്കോർഡുകൾ ഉണ്ടാകും. OPD-യിൽ വരുന്ന രജിസ്റ്ററിംഗ് വിഭാഗത്തിൽ വരുന്ന ആളുകളുടെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ഒരു സെക്രട്ടറിയുടെ എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. ദെൻ തേർഡ് പോയിന്റ്, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റുകൾ. അതായത് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക. രോഗികൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അത് ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയും ഇദ്ദേഹത്തിന് വരുന്നുണ്ട്. ദെൻ നാലാമത്തെ പോയിന്റ്, കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. ദെൻ ഫിഫ്ത് പോയിന്റ്, എൻഷുറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി ഉറപ്പുവരുത്തുക. ദെൻ സിക്സ്ത് പോയിന്റ്, മാനേജിംഗ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ബഡ്ജറ്റ്. അതായത് OPD-യിൽ വരുന്ന OPD-യിലെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഈ ഒരു OPD എക്സിക്യൂട്ടീവ് ആണ്. ദെൻ ഏഴാമത്തെ പോയിന്റ്, ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. OPD-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഡെവലപ്പ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ദെൻ എട്ടാമത്തെ പോയിന്റ്, എൻഷുറിംഗ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ OPD ഏരിയ. OPD ഏരിയയുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ OPD ഏരിയയുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് ചെയ്തു കൊടുക്കുക. ദെൻ നയൻത് പോയിന്റ്, സൂപ്പർവൈസിംഗ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഫോർ ഡിഫറെന്റ് കൺസൾട്ടൻസ്. അതുപോലെ തന്നെ OPD ഏരിയയിൽ OPD വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഇരിക്കുക, കൺസൾട്ടന്റ്മാരിരിക്കുക. അപ്പൊ അവരുടെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിൽ സൂപ്പർവിഷൻ കൊടുക്കുക. ദെൻ പത്താമത്തെ പോയിന്റ്, ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻ. ഡോക്ടർമാരുടെ വർക്കിംഗ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണോ, ഡോക്ടേഴ്സിന് അവിടെ എന്താ പറയാ കൂടുതലായിട്ട് ആപ്റ്റ് ആയിട്ടാണോ അവരിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ദെൻ 11ാമത്തെ പോയിന്റ്, ഗ്യാദറിംഗ് ആൻഡ് സ്ക്രൂട്ടനൈസിംഗ് ഫീഡ്ബാക്ക് ഫോംസ്. ഫീഡ്ബാക്ക് ഫോംസുകൾ സ്വീകരിക്കുക, ആളുകളിൽ നിന്ന് സ്വീകരിക്കുക, അതുപോലെ തന്നെ അത് ചെക്ക് ചെയ്യുക എന്നുള്ളതും ഈ ഒരു എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ്. Then dealing with the complicated issues and reporting to the manager. OPD ഏരിയയിൽ വരുന്ന പല രോഗികളുണ്ട്, അപ്പൊ അവർക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അത് മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു OPD എക്സിക്യൂട്ടീവ് ആണ്. The next point, as greeting patients and visitors. വിസിറ്റേഴ്സിനെയും അതുപോലെ പേഷ്യൻസിനെയും എന്ത് ചെയ്യാം, ഗ്രീറ്റ് ചെയ്യാം.
ഓക്കെ. ദെൻ 14ാമത്തെ പോയിന്റ്, ഡയറക്റ്റിംഗ് ദം ടു ദ അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ്. അതായത് എന്താ പറയാ, പേഷ്യൻസും വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് ആരെയാണോ കാണേണ്ടത് അവരിലേക്ക് കൊണ്ടുപോവുക. ചിലപ്പോൾ ഡോക്ടേഴ്സിനെ കാണാനായിരിക്കും വിസിറ്റേഴ്സ് വരുന്നത്, അവരങ്ങോട്ട് നയിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. ദെൻ 15ാമത്തെ പോയിന്റ്, രജിസ്റ്ററിംഗ് ന്യൂ പേഷ്യൻസ്. പുതുതായിട്ടുള്ള രോഗികൾ വരുമ്പോൾ രജിസ്ട്രേഷൻ വിഭാഗത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ചെല്ലാം, OPD എക്സിക്യൂട്ടീവ് ചെല്ലാം. ഇപ്പോ എന്താ പറയാ, രജിസ്റ്റർ നമ്പറൊക്കെ മറന്നുപോയി, അങ്ങനെ അത് വീണ്ടെടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ, അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് എന്ത് ചെയ്യാം, പറയാം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, രജിസ്റ്ററും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് ചെയ്തു തരുന്നതാണ്. Then 16ാമത്തെ പോയിന്റ്, taking part in practice meetings and training courses and ensuring compliance with the health and the safety procedures. അതുപോലെ തന്നെ മീറ്റിങ്ങുകളിൽ, ചില മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക, ചില ട്രെയിനിങ് കോഴ്സുകളിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ OPD പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സേഫ്റ്റി പ്രൊസീജിയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് ഈ ഒരു എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ്. Then 17ാമത്തെ പോയിന്റ്, furthermore the OPD executive is accountable for checking that everything in the OPD area is in its correct place and ensuring that there are no items left over by the previous shift receptionist. ഇത് പറയുന്നത് എന്താണ്, OPD ഏരിയ, അതായത് OPD ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെയുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും, അവിടെയുള്ള മെഷീനറീസും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് പ്ലേസിലാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, OPD എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അവിടെ ഷിഫ്റ്റിൽ, അതായത് ഡ്യൂട്ടിക്ക് ഇരുന്ന റിസപ്ഷനിസ്റ്റ് എന്തെങ്കിലും അവിടെ മറന്നു വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. Then 18th point, they direct patients to the payment counter to make their case paper, ensuring a smooth and efficient process. അതുപോലെ തന്നെ ആളുകളെ, പേഷ്യൻസിനെ പേയ്മെന്റ് കൗണ്ടറിലേക്ക് നയിക്കുന്നതും, കേസ് പേപ്പറുമായി ബന്ധപ്പെട്ട് അത് മേക്ക് ചെയ്യുന്നതിനും, അപ്പൊ പേയ്മെന്റ് കൗണ്ടറിലേക്ക് പോകണമല്ലോ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇദ്ദേഹമാണ് ചെയ്യുന്നത്. Then last one, overall the OPD executive is necessary. Overall, the OPD executive is necessary for ensuring that the outpatient department runs efficiently, providing high quality care to patients while also managing cost and maintaining regulatory compliance. അതുപോലെ തന്നെ OPD executive എന്ന് പറഞ്ഞാൽ outpatient department എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുപോകുന്നതിനും, അതുപോലെ തന്നെ പേഷ്യൻസിന് നല്ല ഹൈ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നതിനും ഒക്കെ ആര് ബാധ്യസ്ഥനാണ്, ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് ബാധ്യസ്ഥനാണ്. മാത്രമല്ല OPD-യിൽ വരുന്ന ചെലവുകൾ, കോസ്റ്റുകൾ കുറയ്ക്കുന്നതിനും നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനും ഒക്കെ ഇദ്ദേഹം റെസ്പോൺസിബിൾ ആണ്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ, ഒരു 5 മിനിറ്റ് എടുത്തിട്ട് വായിച്ചു നോക്കുക. ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ. OPD എക്സിക്യൂട്ടീവിന്റെ ഫങ്ഷൻസ് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക, അതൊന്ന് വായിച്ചു നോക്കണം, നല്ലതാണ് കേട്ടോ. ടിക്ക് ചെയ്ത് വെക്കുക, നോട്ട് എന്ന് എഴുതിയിട്ട് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യുക കേട്ടോ.
ഓക്കെ, നമുക്ക് നോക്കാല്ലേ എന്നാ വായിച്ചു കഴിക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ. എളുപ്പമാണ്, സിമ്പിൾ ആണ് കേട്ടോ. പേഷ്യന്റ് കൗൺസിലർ അദ്ദേഹത്തിന്റെ ജോബ് സമ്മറി ആണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഇദ്ദേഹത്തിന്റെ മറ്റുള്ളവരിൽ നിന്ന് ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എ പേഷ്യന്റ് കൗൺസിലർ ഓൾസോ നോൺ ആസ് പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലിയേസൺ. അപ്പോ പേഷ്യന്റ് കൗൺസിലർ എന്ന് മാത്രമല്ല ഇദ്ദേഹത്തെ വിളിക്കുന്നത്, പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്നും പേഷ്യന്റ് ലിയേസൺ എന്നും കൂടി ഇദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. Is a healthcare professional who works keenly with the patients and their families to extend the emotional support, education, and advocacy. The job description of a patient counselor normally includes the following responsibilities. എന്താ പറയുന്നേ, അതായത് ഇദ്ദേഹം ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായിട്ടും പേഷ്യൻസുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പേഷ്യന്റ് ഫാമിലീസുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞാല് പേഷ്യൻസിനും അവരുടെ റിലേറ്റീവ്സിനും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേട്ടോ. നമുക്ക് ഏറിയ പങ്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കില്ല. ഒരു ഉദാഹരണമായിട്ട്, അതായത് പേഷ്യന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നത്, അതാണ് അഡ്വക്കേസി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു വക്കീൽ എന്ന പോലെ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നത് ആരാണ്? പേഷ്യന്റ് കൗൺസിലറാണ്. പേഷ്യന്റ് കൗൺസിലർ ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പേഷ്യന്റ് കൗൺസിലറാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാല് ആരുടെ അടുത്ത് ചെല്ലാൻ ധൈര്യമായിട്ട്? പേഷ്യന്റ് കൗൺസിലറുടെ അടുത്ത് ചെല്ലാം. അദ്ദേഹം എന്ത് ചെയ്യും? നമുക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരം ഉടനടി തന്നെ കാണുന്നതാണ്. അപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. First one, providing emotional support. The patient counselor is accountable for providing emotional support to patients and their families, hearing their concerns and helping them deal with their diagnosis or illness. പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞാല് പേഷ്യന്റിനും അതുപോലെ തന്നെ അവരുടെ ഫാമിലിക്കും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന, അവർക്ക് വൈകാരികമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരിപ്പോ ഇമോഷണലി ഭയങ്കര ഇമോഷണൽ ആണെങ്കിൽ അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, അവരൊന്ന് സാന്ത്വനിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ആര് ചെയ്യുന്നതാണ്? പേഷ്യന്റ് കൗൺസിലർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ കൺസേൺസ്, അവർക്ക് കുറേയധികം കാര്യങ്ങളിൽ ആശങ്കകൾ ഉണ്ടാകും. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ ആക്സിഡന്റുമായിട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു രോഗം, മാരകമായിട്ടുള്ള രോഗം ഡയഗ്നോസ് ചെയ്തു, അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ അവർക്ക് ധാരാളം ആശങ്കകൾ ഉണ്ടാവും അല്ലെ പേഷ്യൻസിന്, അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിനാണ് നമുക്ക് കൂടുതലും കൺസേൺസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ധരിപ്പിക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? പേഷ്യന്റ് കൗൺസിലറിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ അവരുടെ രോഗനിർണയം, ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട്, അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ വേണമെങ്കിൽ പേഷ്യന്റ് കൗൺസിലർ ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. That is providing emotional support. Okay. Then second one, educating patients and families. അതായത് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആർക്കാണ് അവയർനെസ് കൊടുക്കുക? പേഷ്യൻസിനും ഫാമിലീസിനും വേണ്ടിയിട്ടുള്ള അവയർനെസ് കൊടുക്കുന്നു. The patient counselor is accountable for educating patients and their families about their diagnosis, treatment options, and other sides of their care. അപ്പൊ ആർക്കൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്? പേഷ്യന്റിനായാലും അവരുടെ ഫാമിലീസിനായാലും വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളത് പേഷ്യന്റ് കൗൺസിലറുടെ ഡ്യൂട്ടിയാണ്. അവരുടെ രോഗനിർണയം, അതുപോലെ അവരുടെ ചികിത്സ, അതുപോലെ മറ്റു മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്കുള്ള കൺസേൺസ്, ഇതൊക്കെ പരിഹരിച്ചു കൊടുക്കുന്നതും പേഷ്യന്റ് കൗൺസിലറുടെ ഡ്യൂട്ടിയാണ്. മൂന്ന്, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് വേണ്ടി വാദിക്കുക. ഓക്കെ, ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ്, ഹെൽപ്പിംഗ് ദം ടു നാവിഗേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് മേക്കിംഗ് ഷുവർ ദെയർ നീഡ്സ് ആർ മെറ്റ്. പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത് പേഷ്യൻസിനും ഫാമിലീസിനും വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരാളാണ്. ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എന്താ പറയാ, അവരെ നാവിഗേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും പേഷ്യന്റ് കൗൺസിലറാണ്. അപ്പൊ പേഷ്യന്റ് എന്തെങ്കിലും ആവശ്യങ്ങൾ എന്തെങ്കിലും എന്താണ് അതൊക്കെ അവർക്ക് ഉറപ്പുവരുത്തി കൊടുക്കുക, അതൊക്കെ എൻഷുർ ചെയ്യേണ്ടതും ഇദ്ദേഹമാണ്. നാലാമത്തെ പോയിന്റ്, പ്രൊവൈഡിങ് റിസോഴ്സസ്.
The patient counselor is accountable for providing patients and their families with the resources and information about the support groups, financial assistance, and other services that may be available to them. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് പേഷ്യൻസിനും അവരുടെ ഫാമിലീസിനും വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ആൻഡ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾക്കറിയാലോ, ഹോസ്പിറ്റലൊക്കെ വരുന്ന ആളുകൾ പാവപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും. ഈ പാവപ്പെട്ട ആളുകൾക്കൊക്കെ ചിലപ്പോൾ സർജറി ഒക്കെ പറയുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ അത്രയും പണം കിട്ടി, ചിലപ്പോൾ ഇൻഷുറൻസ് ഉണ്ടാവില്ല, അവരുടെ അടുത്ത് പണം ഉണ്ടാവില്ല കെട്ടിവെക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥകളൊക്കെ വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആരുടെ അടുത്ത് ചെല്ലാം, പേഷ്യന്റ് കൗൺസിലറുടെ അടുത്ത് ചെന്നിട്ട് കാര്യം നമുക്ക് പറയാം. ഞങ്ങളുടെ ഇത്ര പണം ഇല്ല, അല്ലെങ്കിൽ ഈ കെട്ടിവെക്കാനുള്ള പണം ഞങ്ങൾക്ക് തികയില്ല എന്ന് പറയാം. ഇങ്ങനെ എന്ത് ചെയ്യും, ഹോസ്പിറ്റലുമായിട്ട് ചില സംഘടനകൾ, ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ, അവരിലേക്ക് എന്ത് ചെയ്യും, ഈ ഇൻഫോർമേഷൻ പാസ് ചെയ്യും. ഇപ്പൊ രോഗിയുണ്ട്, തീരെ ദരിദ്രനായിട്ടുള്ള രോഗിയാണ്, അവരുടെ കെട്ടാനായിട്ട് പണമില്ല, അർജന്റായിട്ട് സർജറി വേണം, അപ്പൊ എത്രയും പെട്ടെന്ന് സഹായിക്കാനായിട്ട് ഇങ്ങനെയുള്ള സഹായ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അവരോട് ഈ ഇൻഫോർമേഷൻ പാസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഈ പേഷ്യന്റിനെ സഹായിക്കാനുള്ള മുൻകൈ എടുക്കും. അപ്പൊ അങ്ങനെ ഒരു മീഡിയേറ്റർ ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്, പേഷ്യന്റ് കൗൺസിലർ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ 4 പോയിന്റ് ഞാൻ പറഞ്ഞു, ക്ലിയർ അല്ലേ? ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് കോർഡിനേറ്റിംഗ് കെയർ ആണ്. The patient counselor is accountable for organizing care between healthcare providers and ensuring that the patients receive the essential service and treatments. അതുപോലെ തന്നെ രോഗികൾക്ക് മികച്ച രീതിയിലുള്ള സർവീസുകളും ട്രീറ്റ്മെന്റും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കെയറുകൾ കോർഡിനേറ്റ് ചെയ്യാം. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായും മറ്റുള്ള സ്റ്റാഫുകളുമായിട്ടൊക്കെ എന്ത് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനുള്ളത് പേഷ്യന്റ് കൗൺസിലറിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ്. ആറാമത്തെ പോയിന്റ് ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. The patient counselor is accountable for developing care plans for patients, which include identifying their requirements and goals and working with the healthcare providers to make sure that these needs are met. പേഷ്യന്റ് കൗൺസിലർ റെസ്പോൺസിബിൾ ആണ് എന്തിനാണ്, കെയർ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഈ കെയർ പ്ലാൻ എന്ന് പറയുന്നത് അതിനകത്ത് രോഗികളുടെ ആവശ്യങ്ങൾ ഉണ്ടാകും, രോഗികളുടെ ലക്ഷ്യങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ ആ ഒരു എന്താ പറയാ, ഒരു പർട്ടിക്കുലർ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും രോഗി എവിടെ വരിക, ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞിരുന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള, പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ് കെയർ പ്ലാനുകൾ ആവിഷ്കരിക്കാനുള്ളത് പേഷ്യന്റ് കൗൺസിലറുടെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. ഏഴാമത്തെ പോയിന്റ് മോണിറ്ററിംഗ് പ്രോഗ്രസ്. The patient counselor is accountable for monitoring the patient's progress, evaluating their needs and making adjustment to their care plan as necessary. Patient counselor എന്ന് പറയുന്നത് രോഗികളുടെ പ്രോഗ്രസ് സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്യണം, അവരുടെ നീഡ്സ്, ആവശ്യങ്ങൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചികിത്സകളിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് അത് ക്ലിയർ ആക്കിയിരിക്കുന്നതും പേഷ്യന്റ് കൗൺസിലറുടെ ഡ്യൂട്ടിയാണ്. ഒരു കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട്. Overall, the role of a patient counselor is to extend the support and advocacy for patients and their families, helping them navigate the healthcare system and making sure that they receive high quality care. Strong communication skills, empathy, and a deep understanding of healthcare system and services are necessary for success in this role. So, patient counselor എന്ന് പറയുന്നത് പേഷ്യന്റിനും അതുപോലെ തന്നെ ഫാമിലീസിനും വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, എംപതി ഇവരുടെ ക്യാരക്ടറിന്റെ ഒരു ഭാഗമാണ്, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് സ്കിൽ ഉണ്ട്, അതായത് ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ എന്താണ് ഒരു പേഷ്യന്റ് കൗൺസിലറുടെ ജോലിക്ക് സക്സസ് ആയിട്ടുള്ള കാര്യം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി അടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ്. നോൺ ക്ലിനിക്കൽ ജോബ്സിന് വേണ്ടിയിട്ടുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കുക. ഏതാണെന്ന് കൂടി പറയണ്ടേ? 6th 1.
കെയർ പ്ലാനുകൾ കോർഡിനേറ്റ് ചെയ്യുക, രോഗികളുടെ ആവശ്യങ്ങള് അതുപോലെ തന്നെ അവരുടെ ലക്ഷ്യങ്ങള് ഇതൊക്കെ മുൻനിർത്തിയിട്ട് അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള കെയർ പ്ലാനുകൾ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് 6ാമത്തെ പോയിന്റ് കേട്ടോ. പരിചരണ പദ്ധതികൾ, രോഗി എങ്ങനെ ചികിത്സിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താലാണ് രോഗിക്ക് കൂടുതൽ ആശ്വാസം ലഭിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് കെയർ പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ ഒരു വക്കീലായിട്ട് അല്ലെങ്കിൽ വാദിക്കുന്ന ഒരാളായിട്ടാണ് ഇവിടെ പേഷ്യന്റ് കൗൺസിലറുടെ സ്ഥാനം വരുന്നത്. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ. Non-clinical staff in hospital need a range of skills to effectively do their roles. Some key skills for non-clinical staff in hospital consist of non-clinical staffുകൾക്ക് അവരുടെ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം സ്കിൽസുകൾ ആവശ്യമാണ്. നിങ്ങളൊക്കെയാണ് പറയുന്നത്, നിങ്ങളൊക്കെ ഇനി ഭാവിയിൽ ജോലി ചെയ്യാൻ പോകുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്കില്ലുകളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെ സ്കില്ലുകളാണെന്ന് നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആദ്യത്തെ വരുന്ന ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നെസസറി ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ടു effectively interact with the patients, visitors and other staff members. They should be able to communicate clearly and empathetically, both verbally and in writing. അതായത് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. രോഗികളുമായിട്ടും അതുപോലെ തന്നെ വിസിറ്റേഴ്സുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമാണ്. ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ടായിരിക്കണം, അക്യുറേറ്റ് ആയിട്ട്, നല്ല എന്താ പറയാ, നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് തോന്നണം, നമ്മളുടെ ഒരു ഇംപ്രഷൻ അവർക്ക് തോന്നണം. അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കണം.
അപ്പൊ ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? അത് വെർബലി ആവാം, അല്ലെങ്കിൽ റിട്ടൺ ആവാം. നമ്മള് ഒന്നില്ലെങ്കിൽ വാക്കാലായിരിക്കാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എഴുതിയിട്ടായിരിക്കാം കൊടുക്കുന്നത്. അപ്പൊ എന്ത് തന്നെ ആയാലും കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. രണ്ടാമത്തെ പോയിന്റ് കസ്റ്റമർ സർവീസ് സ്കിൽസ്. Non-clinical staff often act as the first point of contact for patients and visitors. They should maintain excellent customer service skills, which include the ability to be calm and composed in difficult situation, handle inquiries and complaints, and provide a positive and welcoming environment. Non-clinical സ്റ്റാഫുകൾ എന്ന് പറയുന്നത് പേഷ്യൻസിന്റെയും വിസിറ്റേഴ്സിന്റെയും ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എക്സലന്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് സ്കിൽ ഉണ്ടായിരിക്കണം. ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ, ആളുകളെ സേവിക്കാനായിട്ട് അവർ തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനനുസരിച്ച് പെരുമാറാനായിട്ട് പഠിച്ചിരിക്കണം. അന്വേഷണങ്ങൾക്ക് മറുപടി കൊടുക്കണം. കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതുപോലെ തന്നെ പേഷ്യൻസിനും വിസിറ്റേഴ്സിനും പോസിറ്റീവ് ആയിട്ടുള്ള എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ് ഓർഗനൈസേഷണൽ സ്കിൽസ് ആണ്. Hospitals are fast-paced environments with a lot of tasks and responsibilities. Non-clinical staff should have strong organizational skills to manage their workload, prioritize tasks, and meet deadlines. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയുക, തിരക്കുള്ള ഒരു ഏരിയ ആണ് അല്ലെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം സ്ഥലത്ത് എന്ന് പറഞ്ഞാല് ഇവരുടെ ടാസ്കുകളും റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓർഗനൈസേഷണൽ സ്കില്ല് ഉണ്ടായിരിക്കണം. അവരുടെ വർക്ക് ലോഡ് മാനേജ് ചെയ്യാൻ പ്രാപ്തരായിരിക്കണം. ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അതുപോലെ ഡെഡ് ലൈൻസ് ഒക്കെ മീറ്റ് ചെയ്യാനും ഇവര് തയ്യാറായിട്ടായിരിക്കണം ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ഓർഗനൈസേഷണൽ സ്കിൽസ്. ഓക്കെ, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മാനേജ് ദെയർ വർക്ക് ലോഡ്, പ്രയോറിറ്റൈസ് ടാസ്ക് ആൻഡ് മീറ്റ് ഡെഡ് ലൈൻസ്. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടെക്നോളജി സ്കിൽ ആണ്. ടെക്നോളജി സ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. പ്രൊഫിഷ്യൻസി ഇൻ യൂസിംഗ് ഡിഫറെന്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇലക്ട്രോണിക് ഹെൽത്ത് റിപ്പോർട്ട് സിസ്റ്റം and other healthcare technology is vital for non-clinical staff. They should be comfortable with the technology and willing to learn new system and require. ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ പ്രത്യേകത, അവർക്ക് എപ്പോഴും ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ടാകും. അവരുടെ പ്രത്യേകമായിട്ടുള്ള റൂമില് ഒരു സിസ്റ്റം അവർക്ക് എന്തായാലും കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ ഒരു കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ അറിയുന്ന വ്യക്തിയായിരിക്കണം. നമ്മളിപ്പോ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചാണ്. അതിനകത്ത് MS Word, MS Excel അങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുവാണെങ്കിൽ അതൊക്കെ പഠിക്കുവാനും ടെക്നോളജിയുടെ ഭാഗമായിട്ട് അതൊക്കെ പഠിച്ചെടുക്കാനും കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ഈ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഡെഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനെയാണ് ഡെഡ് ലൈൻസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആണ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് മേ ഫേസ് വേരിയസ് ചാലഞ്ചസ് and problems while executing their duties. The ability to think critically, evaluate the situations, and find adequate solution is valuable in ensuring smooth operation and addressing issue promptly. അതുപോലെ തന്നെ പല ചാലഞ്ചസുകൾ ഇവര് ഫേസ് ചെയ്യുന്നുണ്ട്. പല പ്രോബ്ലംസ് ഇവരുടെ ജോലികൾ ചെയ്യുമ്പോൾ ഇവര് ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു അവസരത്തില് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഇവാലുവേറ്റ് ചെയ്യാനും അതിന് അഡിക്വേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കാനും ഇവർക്ക് കഴിവുണ്ടായിരിക്കണം. ഓക്കെ, ആറാമത്തെ പോയിന്റ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൺ ഹാവ് എൻട്രി ടു സെൻസിറ്റീവ് പേഷ്യന്റ് ഇൻഫോർമേഷൻ. It is necessary for them to understand and stick to confidentiality and ethical standards, keeping patients' privacy and protecting confidential data. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് കോൺഫിഡൻഷ്യാലിറ്റി, അതായത് ഹോസ്പിറ്റലിന്റെ ധാർമ്മികത, എത്തിക്സ്, കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യ സ്വഭാവം. ഇത് രണ്ടും സൂക്ഷിക്കുന്നതിന് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ റെസ്പോൺസിബിൾ ആണ്. എന്തൊക്കെയാണ്? അതായത് പേഷ്യന്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അല്ലെ. പേഷ്യന്റും അതുപോലെ തന്നെ ഹോസ്പിറ്റലും അറിയുന്ന കാര്യങ്ങളാണ്. ഇത് മൂന്നാമതൊരാൾ വന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ആക്സസ് ചെയ്യാനായിട്ട് പാടില്ല.
പേഷ്യന്റ് ഇൻഫോർമേഷൻ വളരെ സെക്യൂർ ആയിട്ട് സൂക്ഷിച്ചു വെക്കാനും അത് പുറത്തുവിടാതെ സംരക്ഷിക്കുന്നതിനും നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ റെസ്പോൺസിബിൾ ആണെന്നാണ് ഇവിടെ പറയുന്നത്. Then teamwork and collaboration. Hospitals are interdisciplinary settings that need collaboration among various departments and staff members. Non-clinical staff should be able to work in an effective manner as a part of a team, communicate and coordinate with the colleagues, and donate a positive work environment. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും മറ്റു ഉള്ള സ്റ്റാഫുകളുമായിട്ടും എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് ഇവർ തയ്യാറായിരിക്കണം എന്നതുകൂടി ഇവിടെ ഉദ്ദേശിക്കുന്നു. ഒരു എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഒരു ടീം വർക്ക് ആയിട്ട് എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആ ഹോസ്പിറ്റൽ അന്തരീക്ഷം കൊണ്ടുപോകാനും ഈ ഒരു സ്റ്റാഫുകൾ അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ തയ്യാറായിരിക്കും. Then adaptability. The healthcare industry is continually evolving and non-clinical staff should be adjustable to changes in procedure, policies and technology. They should be open to learning new skills and approaches to remain updated in their roles. അതായത് നമ്മുടെ ഹോസ്പിറ്റൽ മേഖല എന്ന് പറയുന്നത് ഡേ ടു ഡേ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പോളിസീസിൽ വ്യത്യാസം വരാം, പ്രൊസീജിയേഴ്സിൽ വ്യത്യാസം വരാം, ടെക്നോളജിയിൽ വ്യത്യാസം വരാം. ഈ വിധ പല വ്യത്യാസങ്ങളും അഡാപ്റ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള വ്യക്തിയായിരിക്കണം ആര്. ഇപ്പൊ ഹോസ്പിറ്റൽ പറയാണ് നാളെ തുടങ്ങി ഇങ്ങനെയാണ് ഇവിടെ നിയമം, അല്ലെങ്കിൽ ഇത് ഇന്നേ വരെ ഉണ്ടായിരുന്ന നിയമങ്ങൾ നാളെ നിലവിലില്ല എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള വ്യക്തിയായിരിക്കണം ഈ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്. പുതിയ സ്കില്ലുകൾ അവരുടെ ജോലിയിൽ കാണിക്കണം. കൂടാതെ സ്കില്ലുകൾ അവരുടെ കഴിവുകളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുകയും വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. The ninth one, empathy and compassion. Although non-clinical staff may not give direct medical care, അതായത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ ഒരിക്കലും ഡയറക്റ്റ് മെഡിക്കൽ കെയർ അല്ല കൊടുക്കുന്നത് അല്ലെ, കാരണം ഒരു ഡോക്ടർ അല്ല. They often interact with the patients who may be in difficulty in facing challenging situation. ഒരു പല ചാലഞ്ചിങ് സിറ്റുവേഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട എന്താ പറയാ ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ട്. എന്തൊക്കെയാണ് അവരുടെ ക്യാരക്ടറിന്റെ സ്വഭാവ സവിശേഷതകൾ എന്ന് നോക്കാം നമുക്ക്. Demonstrating empathy, sympathy and sensitivity towards patient requirements and emotion is necessary for providing a supporting environment. എന്തൊക്കെ കൊടുക്കുന്നുണ്ട് പേഷ്യൻസിന്? എംപതി ഇവരുടെ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകതയാണ്. സിംപതി അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി. അപ്പൊ ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാം. ഓക്കെ. Then 10th point, cultural competence. Hospitals serve a diverse patient population with different cultural backgrounds. Non-clinical staff should possess cultural competence, understanding and respecting various cultural practices, beliefs and values to give inclusive and patient-centered care. അതായത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ വരുന്നതാണ് അല്ലെ. പലതരത്തിൽപ്പെട്ട മതങ്ങളിൽ പെടുന്നവര്, പലതരത്തിലുള്ള ആചാരങ്ങൾ വിശ്വസിക്കുന്നവരൊക്കെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ കൾച്ചറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ ബിലീഫ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ വാല്യൂസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ അവരോട് ബിഹേവ് ചെയ്യാനായിട്ട് അല്ലെ. ഓരോരുത്തർക്കും ഓരോ കൾച്ചർ പിന്തുടരുന്നവർക്കും അവരുടേതായിട്ടുള്ള എന്താ പറയാ ഒരു ബിഹേവിയർ ഉണ്ടാകും. ചിലപ്പോ ഒരാൾ പെരുമാറുന്ന പോലെ ആയിരിക്കും മറ്റൊരാൾ പെരുമാറുക, വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളുടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആ ഒരു പോയിന്റില് പറയുന്നത് കേട്ടോ. Then last one, these are just some of the skills that non-clinical staff in hospital should possess to contribute to the efficient functioning of the healthcare facility and provide excellent support to patients and the clinical staff. അപ്പോ ഇത് എന്താ പറയുക, ജസ്റ്റ് കുറച്ച് സ്കില്ലുകൾ മാത്രം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഹെൽത്ത് കെയർ എൻവയൺമെന്റിനെ സംബന്ധിച്ച് അത് കൂടുതൽ റണ്ണിങ് ആവാൻ അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് ആ ഒരു സ്ഥാപനം പ്രവർത്തിക്കാനായിട്ട് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ സേവനം കൂട്ടിയേ മതിയാകും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ.
ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനു മുമ്പ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതിനകത്തെ. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഒന്ന് നോക്കി വെക്കുക. മെഡിക്കൽ സെക്രട്ടറി ആരാണെന്ന് ജസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ സ്കില്ലുകൾ എന്താണെന്ന് നോക്കി വെക്കുക. പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, ടെക്നോളജി സ്കിൽസ്, ഓർഗനൈസേഷണൽ സ്കിൽസ്, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, അഡാപ്റ്റബിലിറ്റി, അതൊക്കെ എന്ത് ചെയ്യാം നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ചാപ്റ്റർ തീർന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ക്ലിയർ ആണ്? ഓക്കെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഭാഗത്ത് നിന്ന് കുറെ അധികം ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അല്ലെ. ഓരോ ചാപ്റ്റർ ബേസ് നിങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക കേട്ടോ. അപ്പൊ നമ്മുടെ ഇത്രയും നാളത്തെ ഒരു ജേർണിയില് ഇന്നാണ് ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ്. അപ്പോ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുക, പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങള് ഹോസ്പിറ്റലില് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? ഹോസ്പിറ്റലിൽ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ കാര്യങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നേ. അപ്പൊ അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും എന്താ പറയാ, നല്ല രീതിയിലുള്ള ജോബും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. പിന്നെ എവിടെ വെച്ചെങ്കിലും കാണുവാണെങ്കിൽ എന്റെ അടുത്തോട്ട് വരിക. കാരണം നിങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, അപ്പൊ എനിക്കറിയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ. അപ്പൊ അടുത്തോട്ട് വരിക, പറയാം ഞങ്ങൾ 7C-യിലെ കുട്ടിയാണ് അല്ലെങ്കിൽ ഞങ്ങൾ പിള്ളേരാണെന്ന് പറയാം. ഓർമ്മിപ്പിക്കുക, എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ മാത്രം കേട്ടോ. ഷുവർ മാം. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫൈനൽ എക്സാം ഒക്കെ സിമ്പിൾ ആയിരിക്കില്ലേ? ഫൈനൽ എക്സാം ഒക്കെ സിമ്പിൾ ആയിരിക്കും. എത്ര പിന്നെ അത് 16 മാർക്ക് വരുന്നത്, അപ്പൊ എത്ര വേണ്ടി വരും? അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? പാസ് മാർക്ക് ഒക്കെ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞിട്ട് ഇല്ല. മോഡൽ എക്സാമിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ മൊഡ്യൂള് 1, 2 അങ്ങനെ ആക്കിയതിന് ശേഷം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തന്നെ നന്നായിട്ട് പഠിക്കണം. നമ്മൾ പാസ് മാർക്ക് ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാവും കേട്ടോ. പറ്റാവുന്ന രീതിയിൽ പഠിക്കും. നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്ന അത്രയും മാർക്കുകൾ അല്ലെങ്കിൽ അത്ര ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഞാൻ തരാം. 5 മിനിറ്റുള്ള എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഏകദേശം പഠിച്ചൊക്കെ തീർന്നോ? എവിടെ വരെ ആയി? റിവിഷനൊക്കെ ആയോ? ഏകദേശം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കഴിയാനായിട്ടുണ്ട്. മാം, എക്സിക്യൂട്ടീവിന്റെ 19 പോയിന്റ് ഒന്ന് പറയാവോ? ഓവറോൾ ദ OPD എക്സിക്യൂട്ടീവ് ഈസ് നെസസറി. 9th പോയിന്റ് ആണോ? അല്ല, 19. അതൊന്ന് പറയാ. OPD എക്സിക്യൂട്ടീവ് അല്ലേ? ഓക്കെ. അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിന് OPD എക്സിക്യൂട്ടീവ് നല്ല രീതിയിലുള്ള ഒരു റോൾ ഉണ്ട്. അദ്ദേഹമാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിന് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നതിനും, അതുപോലെ അവിടെയുള്ള ചെലവുകൾ, അതായത് ഓരോ കാര്യങ്ങള് എന്തെങ്കിലും ബഹളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെലവെന്ന് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട് രോഗികളൊക്കെ ബഹളങ്ങൾ ഉണ്ടാക്കുക, രോഗിയും റിസപ്ഷനിസ്റ്റും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് വന്നിട്ട് അത് പരിഹരിക്കുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയാണ്. നമുക്കറിയാം ഹോസ്പിറ്റൽ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ ഉണ്ടാവുന്ന മേഖല എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. രോഗിയുടെ എന്തെങ്കിലും അല്ലെ, അങ്ങനെയല്ലേ?
ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് നിയന്ത്രിക്കുക അല്ലെങ്കിൽ അത് പരിപാലിക്കുകയൊക്കെ ചെയ്യേണ്ടത് ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, ജംഷീനെ കമന്റ് ഞാൻ കണ്ടു. ക്ലാസ് ഒക്കെ ഇഷ്ടമായോ എന്റെ? താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങള് ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് അതിന്റെ റോൾസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് അതൊന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. സ്കില്ലുകള്, മെഡിക്കൽ സെക്രട്ടറി, അതായത് എന്താണ് മെഡിക്കൽ സെക്രട്ടറി വിൽ എക്സിക്യൂട്ട് സെക്രട്ടേറിയറ്റ് ഡ്യൂട്ടീസ് യൂസിംഗ് സ്പെസിഫിക് നോളജ് ഓഫ് മെഡിക്കൽ ടെർമിനോളജി ആൻഡ് ഹോസ്പിറ്റൽ ക്ലിനിക് ലബോറട്ടറി പ്രൊസീജിയേഴ്സ് ഡ്യൂട്ടീസ് കൺസിസ്റ്റ് ഓഫ്. അപ്പോ ഇതിനകത്ത് വരുന്നത് മെഡിക്കൽ സെക്രട്ടറിയുടെ എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ഓവറോള് അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്താണെന്ന് കേട്ടോ. ടെർമിനോളജി ഇവിടെ പറയുന്നുണ്ട്, മെഡിക്കൽ ടെർമിനോളജിയിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള നോളജ് ഉള്ള ആളാണ്, ഹോസ്പിറ്റൽ മേഖലയില്, ക്ലിനിക്കല്, ലബോറട്ടറിയില്. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനായിട്ട്? ഒന്നുമില്ല മാം. ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വൈകിട്ട് ഈ ഫസ്റ്റ് സെക്കൻഡ് മുതൽ ഈ ക്ലിയർ അല്ല ജിൻഷ, എന്താണ് പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. എക്സാമിന് അല്ലെങ്കിൽ തേർഡ് ഫോർത്ത് മാത്രമാണ് ഉണ്ടാവുക ലാസ്റ്റ് എടുത്ത്? തേർഡും ഫോർത്തും ഉണ്ടാവും ഇവിടെ. മോഡൽ എക്സാമിന് തേർഡും ഫോർത്തും ഉണ്ടാവും. ഫൈനൽ എക്സാമിനാണ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എക്സാം ഉണ്ടാവുള്ളൂ. തേർഡും ഫോർത്തും എക്സാം ഉണ്ടാകും നിങ്ങൾക്ക്. മൊഡ്യൂൾ എക്സാം ഉണ്ടാവും, അതിനുശേഷം മോഡൽ എക്സാം ഉണ്ടാവും, ദെൻ മെയിൻ എക്സാം. അങ്ങനെയാണ് പാറ്റേൺ പോവുക കേട്ടോ. അപ്പൊ മോഡൽ എക്സാമിന് ഫസ്റ്റ് സെക്കൻഡും തേർഡും ഫോർത്തും അങ്ങനെ ഉണ്ടാവില്ലേ? അത് ഫസ്റ്റ് പേപ്പർ, മോഡൽ എക്സാമിന് ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പർ അങ്ങനെയായിരിക്കും. ടൈം ടേബിൾ തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഒന്ന് നോക്കാം. നിമിഷം പറയുന്നത് ക്ലിയർ ആവില്ല. ക്ലാസ് റൂമിൽ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്യാം. ഫൈനൽ എക്സാമിന് പിന്നെ ഫുള്ളായിട്ട് വരുമോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോ വേറെ ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അതെല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ ചെയ്ത് ഓക്കെ പഠിച്ച കാര്യങ്ങള് പ്രാവർത്തികമാക്കാനായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച് ടു മാം. ഇനി ക്ലാസ് ഇല്ല കേട്ടോ, ഇനി ക്ലാസ് ഇല്ല, ക്ലാസ് തീർന്നു കേട്ടോ. വാഹിദ മാമിന്റെ ഒരു ക്ലാസ്സും കൂടെ തീർക്കാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്ക്. ഇനി ഇംഗ്ലീഷിന്റെ ശ്രുതി മിസ്സിനെ കാണുമെന്ന് അറിയില്ല. മിസ്സിനോടും കൂടെ പറഞ്ഞോളൂ, ഞങ്ങളുടെ എല്ലാവരുടെയും താങ്ക് യു പറഞ്ഞോളൂ മാം. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. പിന്നെ ക്ലാസ് ഇല്ല കേട്ടോ. ഓക്കെ, ക്ലാസ് ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you. Thank you, ma'am. Thank you. Thank you.